കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഒന്ന് രണ്ട് കാരണം പ്രിയ ഫേബ ഈ വീട്ടിലെ ഞങ്ങൾ ഒരു സ്ഥലസഭയാണ്. ഫേബയുടെ വീട്ടിലൂടെ വന്നു. നാട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഫേബയുടെ കൂടെ പോയോ എന്ന്. ഏതായാലും ഇന്ന് വരാനായിട്ട് ദൈവം ഇടയാക്കി. അതിലും വളരെ സന്തോഷം തോന്നി ഞങ്ങൾക്ക്. ഇന്ന് നിങ്ങളുടെ അടുത്തുള്ള ജോർജ് മുള്ളറിൻ്റെ സ്ഥലമൊക്കെ പോയി കാണാനും വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇടയായി. നിങ്ങൾ ഒരു വാസ്തവത്തിൽ ഒരു ഭാഗ്യശാലികളാണ്. ജോർജ് മുള്ളറിൻ്റെ ടൗണിൽ തന്നെ താമസിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുന്ന ഒരു പ്രത്യേക പദവിയാണ്. നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പോയി കാണണം. ആ വിഷയങ്ങൾ കുറച്ചുകൂടെ പഠിക്കണം. കാരണം നമ്മുടെ പൈതൃകം, ഹെറിറ്റേജ് നമുക്ക് തന്നെ അഭിമാനം തോന്നും. ദൈവം സഹായിക്കട്ടെ. ഞാൻ അധികം മുഖവുരയായിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, എന്നോട് പറഞ്ഞു സമയം കുറേ എടുത്തോ, ഞങ്ങൾക്ക് നാളെ ഫ്രീ ആണെന്ന്. പക്ഷേ ഈ ചൂടത്ത് ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായി. ഏതായാലും നോക്കട്ടെ. ദൈവം പ്രേരണയായിരുന്നനുസരിച്ച് ഞാൻ ദൈവജനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാം. വളരെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്താണ് ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കേണ്ടത്. ഞാൻ 2-3 ദിവസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളത് പറയണം എന്നുള്ള, എന്തെങ്കിലും എനിക്ക് പ്രസംഗിച്ചിട്ട് പോകാം, എന്നാൽ എന്തെങ്കിലും പ്രയോജനമുള്ളത് സംസാരിക്കണമെന്ന് കരുതി വളരെ പ്രാർത്ഥിച്ചു. പ്രേരണ തോന്നിയൊരു വിഷയം ഇന്നും നാളെയും എടുക്കാം. മറ്റന്നാൾ പബ്ലിക് ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പ്രവചന വിഷയങ്ങൾ എടുക്കാനായിട്ട് നോക്കാം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാനിന്ന് എടുക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി. ഇത് ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്നൊരു വിഷയമാണ്. ഞാനൊരു നടന്ന സംഭവം വായിച്ചു. വളരെ പ്രസിദ്ധനായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ വെബ്സ്റ്റർ. അദ്ദേഹം ഒരു ലഞ്ചിന് അദ്ദേഹത്തെ ക്ഷണിച്ചു. തൻ്റെ കൂടെ ക്ഷണിച്ചതൊക്കെ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഈ വലിയ മനുഷ്യന് അവിടെ ഇരുന്ന് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ അവരുടെ സംസാരത്തിലോട്ട് നീങ്ങി. ഇദ്ദേഹത്തിന് സംസാരിക്കാൻ ആരുമില്ല. അദ്ദേഹം തൻ്റെ പ്ലേറ്റിൽ വിരലുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ച ഹോസ്റ്റ് നോക്കിയപ്പോൾ ഈ വലിയ മനുഷ്യൻ ആരോടും മിണ്ടാതെ പ്ലേറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കോൺവെർസേഷനിനകത്തോട്ട് ഈ മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടി ഡാനിയൽ വെബ്സ്റ്ററിനോടൊരു ചോദ്യം ചോദിച്ചു. മിസ്റ്റർ വെബ്സ്റ്റർ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തോട്ട് ദാറ്റ് ഹാസ് എവർ എൻറ്റേർഡ് ഇൻ യുവർ മൈൻഡ്? നിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് വെബ്സ്റ്ററിനോട് ചോദിച്ചു. വെബ്സ്റ്റർ ഒരു മടിയും കൂടാതെ പറഞ്ഞ മറുപടി, ദ ഗ്രേറ്റസ്റ്റ് തോട്ട് ദാറ്റ് ഹാസ് എവർ ഗോൺ ത്രൂ മൈ മൈൻഡ് ഈസ് ദാറ്റ് വൺ ഡേ ഐ ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ് ടു ഗീവ് മൈ ഓൺ അക്കൗണ്ട്. എൻ്റെ ജീവിതത്തിന് കണക്കുകളെ കൊടുക്കാൻ ഞാൻ ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്ത എന്നെ ഭരിച്ചത്. ഞാൻ ആ വിഷയമാണ് എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്നത് നമ്മുടെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ന്യായവിധിയാണ്. അതുള്ള ബന്ധത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ വിഷയത്തിലേക്ക് കടന്നു പോകാം. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. എനിക്ക് ഒരു പോഡിയം ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന വാക്യം നിങ്ങൾ വായിക്കണം, സഹായിക്കണം. സഭാപ്രസംഗി 12-ാം അധ്യായം. സഭാപ്രസംഗി ഇംഗ്ലീഷിൽ പറയണ്ടല്ലോ അല്ലേ? എക്ലിയാസിസ് ചാപ്റ്റർ 12. എക്ലിയാസിസ് ചാപ്റ്റർ 12 വേഴ്സസ് 13 and 14. 13-14 വാക്യം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. 11-19 കൂടെ വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. 11:9. യവനക്കാരാ, നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ച വണ്ണവും നടന്നു പോകുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. സകലത്തിൻ്റെയും സാരം ജീവിതത്തിൽ ഒരു ദിവസം നമ്മുടെ കണക്കുകളെ ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. നമുക്കൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. പുതിയ നിയമത്തിൽ നിന്ന് റോമലേഖനം 14-ാം അധ്യായം നിർത്താട്ടെ. റോമൻസ് ചാപ്റ്റർ 14. റോമർ 14-12 വാക്യം ഒന്ന് വായിക്കാം. യെസ്, നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സകലത്തിൻ്റെ സാരം നമ്മൾ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. ഈ വിഷയം ഏറ്റവും ഗൗരവമേറിയ കാര്യമാണ്. നമ്മുടെ ജീവിതം എങ്ങനെയും ജീവിക്കാൻ കഴിയില്ല.
നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കുകളെ ഒരു ദിവസം പരിശോധിക്കുന്ന ഒരു ദിവസമുണ്ട്. കരുണയുള്ള ദൈവം നമ്മളോട് മനസ്സലിഞ്ഞിട്ട് ഈ പരിശോധന എങ്ങനെയാണ്, ന്യായവിധി എങ്ങനെയാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ആ വിഷയത്തിൽ പഠിക്കാവുന്നിടത്തോളം മാക്സിമം നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. എനിക്ക് ലഭിച്ച സമയങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ച് ഇന്നും നാളെയും ആ വിഷയം ഞാൻ പ്രത്യേകിച്ച് എടുക്കാം. എന്നാൽ ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് ഞാനങ്ങ് പോകാം. എബ്രായലേഖനം 9:27 നമുക്കൊക്കെ കാണാതറിയാം. ഹീബ്രൂസ് 9:27 ഒരിക്കൽ മരണവും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മരണം നിയമിച്ച ദൈവം മരണശേഷം ന്യായവിധിയുടെ നിയമിച്ചിരിക്കുകയാണ്. ഡെത്ത് ഷുവറായിരിക്കുന്ന പോലെ ഡെത്ത് കഴിഞ്ഞാൽ പിന്നെ ന്യായവിധി ഉണ്ടെന്നുള്ളതിന് തർക്കമില്ല. എന്നാൽ പലർക്കും ഈ ന്യായവിധി എങ്ങനെ നടക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. മനുഷ്യനെല്ലാം രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും രക്ഷിക്കപ്പെടാത്തവനാണെങ്കിലും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ കണക്കുകൾ കൊടുക്കണം. എന്നാൽ എല്ലാവരെയും ഒരേ സമയത്തല്ല ന്യായം വിധിക്കുന്നത്. അനേകരുടെ ചിന്ത കർത്താവ് വന്നു, ആളുകളെ ഒന്നിച്ചു കൂട്ടി ന്യായം വിധിച്ചു, നീതിമാന്മാരെ സ്വർഗത്തിൽ കൊണ്ടുപോയി, അല്ലാത്തവരെ നരകത്തിലേക്ക് തള്ളിക്കളയും. ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു 3 ന്യായവിധി മനുഷ്യർക്ക് വേണ്ടിയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിനി 3 ന്യായവിധിയുണ്ട്. അതായത് ദർ ആർ 3 ജഡ്ജ്മെൻറ്റ്സ് വെയിറ്റിംഗ് ഫോർ മെൻ. ഒന്നാമത് ആദ്യം നടക്കാൻ പോകുന്നത് വിശ്വാസികളുടെ ന്യായവിധിയാണ്. ഒരു വാക്യം ഓരോ വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:10, 2 കൊരിന്ത്യർ ചാപ്റ്റർ 5 വേഴ്സസ് 10, 2 കൊരിന്ത്യർ 5:10. എനിക്ക് യെസ്, പൗലോസ് നാം എല്ലാവരും, പൗലോസിനെ മാറ്റി നിർത്തിയല്ല, നിങ്ങളെല്ലാവരും എന്നല്ല പറഞ്ഞത്. നാം എല്ലാവരും ഇൻക്ലൂഡിങ് അപ്പോസ്റ്റൽസ്, അവരെല്ലാവരും, അതായത് ക്രിസ്തീയ കോളത്തിലുള്ള സകലരും അവരുടെ ജീവിതം പരിശോധിക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുന്നിലാണ്. നമ്മൾ ആ വിഷയമേ അല്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നുള്ളൂ. അത് മധ്യാകാശത്തിൽ വെച്ച് നടക്കും. നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തു സഭയുമായി മടങ്ങി വരുമ്പോൾ കർത്താവ് ഇവിടെ 1000 വർഷം ഭരണം നടത്താൻ പോവുകയാണ്. ഈ 1000 വർഷം ഭരിക്കാൻ പോകുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും പ്രവേശിപ്പിക്കത്തില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ന്യായം വിധിക്കും. അവരെ എവിടെയാണ് ന്യായം വിധിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 25:31 തൊട്ടുള്ള വാക്യം വളരെ ക്ലിയറായിട്ട് അവിടെ പറയുന്നുണ്ട് എപ്പോഴാണ് ആ ന്യായവിധി നടക്കുന്നത്. മാത്യു 25:31 ഓൺവേർഡ്സ്. അതായത് 25:31 തൊട്ട് ദൂതന്മാരുമായി വരുമ്പോൾ ഇരിക്കും. സകല ജാതികളെയും അവൻ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും. മതി, താഴോട്ട് ബാക്കി മുഴുവൻ വായിക്കണം, പക്ഷെ വായിക്കാൻ നമുക്ക് സമയമില്ല. അതായത് എപ്പോഴാണെന്ന് നോക്കിയാൽ ന്യായവിധി മനുഷ്യപുത്രൻ തൻ്റെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ഗ്ലോറിയസ് അപ്പിയറിംഗ്. ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. ക്രിസ്തു രാജാവായി വരുന്നതാണ്. അത് വിശ്വാസികളുടെ ന്യായവിധി അല്ല. വിശ്വാസികൾ രഹസ്യത്തിലാണ് നമ്മൾ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത്. രഹസ്യത്തിൽ നാം എടുത്തുകൊള്ളപ്പെട്ടു. അവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുന്നിൽ നമ്മുടെ കണക്കുകളെ പരിശോധിച്ച് നാമുമായി കർത്താവ് സകല വിശുദ്ധ ദൂതന്മാരുമായി ഭൂമിയിൽ വരുമ്പോൾ ഭൂമി ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കർത്താവ് ന്യായം വിധിക്കുവാനായിട്ട് കൂട്ടിവരുത്തുന്നത് തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുന്നിലാണ്, ത്രോൺ ഓഫ് ഗ്ലോറി. അവിടെ മനുഷ്യരെ 2ആയി തിരിക്കും. വലത്ത് ചെമ്മരിയാടുകൾ, ഇടത്ത് കോലാടുകൾ. വലത്തുള്ളവരോട് തൻ്റെ രാജ്യം കൈവശപ്പെടുത്താൻ പറയുമ്പോൾ ഇടത്തുള്ളവരോട് നിത്യനരകത്തിലേക്ക് അവരെ മാറ്റിക്കളയും. ആ ന്യായവിധി എങ്ങനെ നടക്കുന്നു, എന്തുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. അതോടെ വിടട്ടെ. 1000 വർഷം ആ നീതിമാന്മാരെ കൊണ്ടാണ് ഭരണം ആരംഭിക്കുന്നത്. 1000 വർഷം ഭരണം കഴിയുമ്പോൾ വെളിപ്പാട് ദിവസം 20:11 തൊട്ട് 15 വരെ ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് 11 to 15. അവിടെ മരിച്ച സകല ആഭാലവൃത്തം നിൽക്കുന്ന കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തോളം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. അതാരെയാണ് ന്യായം വിധിക്കുന്നത്? പാപികളെയാണ്, സിന്നേഴ്സ്. മനുഷ്യൻ്റെ ആരംഭം തൊട്ട് മരിച്ചുപോയ സകല പാപികളെ ന്യായം വിധിക്കുന്നത് ഈ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിന് മുന്നിലാണ്. അത് ഭയാനകമായൊരു
അത് അത്ര ഭയാനകമാണ്. നമ്മളത് മനസ്സിലാക്കിയാൽ സുവിശേഷം പറയാൻ നമ്മുടെ മനസ്സിൽ വളരെ പ്രേരണമാകും. ചിലരെയെങ്കിലും വലിച്ചെടുക്കാനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ 3 ജഡ്ജ്മെൻ്റാണ് മാനവരാശിക്ക് വേണ്ടി. ഒരിക്കൽ മരണം, പിന്നീട് ന്യായവിധി. ദൈവമക്കളുടെ സഭയുടെ ന്യായവിധി ഉൽപ്രാവണത്താൽ എടുത്തുകൊള്ളപ്പെട്ടിട്ട് മധ്യാകാശത്തിൽ വെച്ച് അവരുടെ ന്യായവിധി നടക്കും. കർത്താവ് ഭൂമിയിൽ മടങ്ങി വന്നു കഴിയുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുന്നിൽ ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കും. 1000 വർഷം ഭരണം കഴിഞ്ഞ് വെള്ളസിംഹാസനത്തിന് മുന്നിൽ പാപികളുടെ ന്യായവിധി നടക്കും. ഇത് 3 ഡീറ്റെയിൽ ആയിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്നത് ക്രിസ്തുവിന് ന്യായാസനത്തിന് മുമ്പിലുള്ള ന്യായവിധിയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. ഈ ന്യായവിധി എന്ന വിഷയം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു, ന്യായവിധിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചില അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അതുകൂടെ ശ്രദ്ധിച്ചിട്ട് പോകാം. കാരണം അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത് മാറ്റാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാ. ഞാൻ ഒരു അമേരിക്കൻ കമ്പനിക്ക് 16 വർഷം ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ സാധാരണ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ആളുകളെ മീറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോയിൻമെൻറ്റ്സ് മാറ്റാം, അവർക്കും മാറ്റാം, എനിക്കും മാറ്റാം. ബട്ട് നോട്ട് ഗോഡ്സ് അപ്പോയിൻമെൻറ്റ്. ഈ ന്യായവിധിയുള്ള ബന്ധത്തിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ബൈബിളിൽ അപ്പോയിൻമെൻറ്റ് 1, 2, 3, 4 എന്നും പറഞ്ഞ് ഒരിക്കലും മാറ്റമില്ലാത്ത ഗോഡ്സ് അപ്പോയിൻമെൻറ്റ് ജഡ്ജ്മെൻറ്റിനുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. നമുക്ക് 1, 2, 3 എന്ന് എണ്ണി നോക്കാം. പെട്ടെന്ന് അതങ്ങ് കവറപ്പ് ചെയ്യാം. നമ്മൾ ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സസ് 27 2 അപ്പോയിൻമെൻറ്റ് കാണുന്നുണ്ട്. 1, മരണം നിയമിച്ചു, മരണശേഷം ന്യായവിധി നിയമിച്ചു. മരണം മാറ്റാനൊക്കില്ല, മരണശേഷം ന്യായവിധി മാറ്റാനൊക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ്സ് അപ്പോയിൻമെൻറ്റ്. 3-ാമത്തെ കാര്യം ഒന്ന് നോക്കിയാട്ടെ. ആക്ട്സ് ചാപ്റ്റർ 17 വേഴ്സസ് 31. ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സസ് 30. 17-31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയും ന്യായവും വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. He has appointed a day for judgment. ദൈവം ന്യായവിധിക്ക് ഒരു ദിവസം നിശ്ചയിച്ചു. ചാപ്റ്റർ 10 എടുത്ത ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 42. ചാപ്റ്റർ 10 വേഴ്സ് 42. ന്യായാധിപനായി നിയമിക്കപ്പെട്ടത് കർത്താവാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5 വായിക്കേണ്ട, അതിൻ്റെ 22, 27 വാക്യങ്ങളിൽ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുക. അവളൊന്ന് ആലോചിച്ച് നോക്കിയേ. മരണം നിശ്ചയിച്ചു, മരണാനന്തര ന്യായവിധി നിശ്ചയിച്ചു, ന്യായവിധിക്ക് ഒരു ദിവസം നിശ്ചയിച്ചു, ന്യായാധിപനെ നിശ്ചയിച്ചു. 4 5-ാമതൊരു കാര്യം നോക്കിക്കട്ടെ. എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? ഏത് കോടതിയിലും ന്യായം വിധിക്കാൻ ചില പ്രമാണങ്ങളുണ്ട്, ചില നിബന്ധനകളുണ്ട്. വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് വി ആർ ഗോയിങ് ടു ബി ജഡ്ജ്? ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 12. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. യെസ്, കർത്താവ് ന്യായം വിധിക്കുന്നത് അവൻ സംസാരിച്ച വചനങ്ങൾ കൊണ്ടാണ് ന്യായം വിധിക്കുന്നത്. പഴയ നിയമത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പഴയ നിയമത്തിലെ ഒന്ന് എടുത്തോട്ടെ. ആവർത്തന പുസ്തകം ഒന്ന് എടുത്താട്ടെ. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ആ പറഞ്ഞിരിക്കുന്നത്. പലരും ചിന്തിക്കാറില്ല. ഡ്യൂട്രോണമി ചാപ്റ്റർ 18, ആവർത്തനം 18, 18-ഉം 19-ഉം ഒന്ന് വായിക്കുക. ഡ്യൂട്രോണമി 18 and 19. ആ മോശയോടാ പറയുന്നത്, നിന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇനിയും കേട്ടോ. യെസ്, അവിടെ ദൈവം മോശയോട് പറയുക, എൻ്റെ വചനം ഞാൻ അവൻ്റെ നാവിൽ കൊടുക്കും. കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. പിതാവ് പറഞ്ഞു കേട്ടോ. അവൻ പറയുന്നത് ആരെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ഐ വിൽ റിക്കവർ ഫ്രം ഹിം. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് ജഡ്ജ്മെൻറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഈസ് ഫിക്സഡ്. മരണം നിശ്ചയിച്ചു, മരണാനന്തര ന്യായവിധി നിശ്ചയിച്ചു,
ന്യായം വിധിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു, ന്യായാധിപനെ നിശ്ചയിച്ചു, ന്യായം വിധിക്കുന്ന പ്രമാണങ്ങൾ ദൈവം നിശ്ചയിച്ചു. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് വിടാം. സങ്കീർത്തനങ്ങൾ 7:8 വാക്യം നോക്കി. സങ്കീർത്തനങ്ങൾ 7:8 വാക്യം. ഏഴാം വാക്യമാണ് നോക്കി. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണം. 7:8 എന്ന് വായിച്ചത്. അതാൽ ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടെ ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു, യഹോവ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം. സങ്കീർത്തനങ്ങൾ 9:7-8 വായിച്ചത്. സോറി, 9:7-8. ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ഹി ഹാസ് പ്രിപ്പയർഡ് ഹിസ് ത്രോൺ ഫോർ ജഡ്ജ്മെൻറ്റ്. സോ ജഡ്ജ്മെൻറ്റ് ഈസ് ഷുവർ. ഈ അപ്പോയിൻമെൻറ്റ്സുകൾ ദൈവം നടത്തും. നോബഡി ക്യാൻ ചേഞ്ച് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ നിയമനമാണ്. ഇനി നമുക്ക് ആദ്യത്തെ, നമ്മളിവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോകട്ടെ. പാപികളെ ന്യായം വിധിക്കുന്നത് വെള്ള സിംഹാസനം, ലോകത്ത് ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കുന്നത് തേജസ്സിൻ്റെ സിംഹാസനം. വിശ്വാസികളെ ന്യായം വിധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞില്ല, ന്യായാസനം എന്നാണ് പറഞ്ഞത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ത്രോണോസ് അല്ല, ഭീമ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ന്യായവിധിയില്ല. വി ഡോണ്ട് ഹാവ് എ ജഡ്ജ്മെൻറ്റ്. പിന്നെ എന്താ അവിടെ നടക്കുന്നത്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അന്നത്തെ കാലത്ത് ഒരു അമ്പയർ കളി നടക്കുമ്പോൾ ഒരു അമ്പയർ ഇരിക്കുന്ന ഒരു സീറ്റ്, എലിവേറ്റഡ് പ്ലേസ്, വെർ ഹീ ഈസ് ഓണറിങ് ദ അത്ലറ്റ്സ്, ഹീ ഈസ് ഡിസ്ട്രിബ്യൂട്ടിങ് ദ പ്രൈസസ്. അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു, അവരെ ആദരിക്കുന്നു. അതാണ് ഭീമ, ഒരു ന്യായാധിപൻ ഇരിക്കുന്ന സ്ഥലം. ഇൻ എ വേ പുള്ളി ഒരു ജഡ്ജാണെങ്കിലും ജഡ്ജ് ചെയ്തിട്ട് നരകത്തിൽ കളയുന്നില്ല. അപ്പം ദൈവമക്കളെ ന്യായം വിധിച്ചിട്ട് ശിക്ഷിക്കുന്നില്ല. അപ്പം നമുക്കൊരു ചോദ്യം ഉണ്ടായേക്കാം, നമുക്ക് എങ്ങനെ വേണേലും ജീവിച്ചാൽ മതിയല്ലോ. എന്നെ വളരെയധികം കുഴച്ച ഒരു പ്രശ്നമാണ്. പാപങ്ങൾ ഇനി ഞാൻ ഓർക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ അവരുടെ അകൃത്യങ്ങളും പാപങ്ങളും ഇനി ഓർക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തോ വേണമെങ്കിലും ചെയ്യാമല്ലോ. അതപ്പം എൻ്റെ മനസ്സിൽ തോന്നി, രക്ഷിക്കപ്പെട്ടതുവരെയുള്ള പാപമാണ് ക്ഷമിച്ചത്, രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്ത പാപങ്ങളൊക്കെ കർത്താവ് ശിക്ഷിക്കുമെന്നൊരു ചിന്ത തോന്നി. ബൈബിളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു. ബൈബിൾ പഠിച്ചപ്പോൾ മനസ്സിലായി, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാവവും രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പാവവും കർത്താവ് പരിഹാരം ക്രൂശിലാണ് വരുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ നമ്മളും ജനിച്ചിട്ടില്ല, നമ്മുടെ അപ്പന്മാരോ അമ്മമാരോ ഒന്നും ജനിച്ചിട്ടില്ല. എവറിത്തിങ് വാസ് ഫ്യൂച്ചർ. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഇത് കൺഫ്യൂഷൻ ആയപ്പോൾ ഈ കൺഫ്യൂഷൻ മാറി മനസ്സിലാക്കാനായിട്ട് എന്നെ ഇടയാക്കിയത്, വിശ്വാസിയുടെ ജീവിതത്തിൽ 3 ന്യായവിധിയുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യണം. വിശ്വാസികളുടെ ജീവിതത്തിൽ ദർ ഈസ് 3-fold ജഡ്ജ്മെൻറ്റ് ഇൻ ദ ലൈഫ് ഓഫ് എ ബിലീവർ. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ഡോക്ട്രിനലി ഉപദേശപരമായിട്ടൊന്നും ഒരു പെശകുണ്ടാകില്ല. ഞാൻ ഇന്നും നാളെയുള്ള സമയം കൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാ ഡീറ്റെയിലും പോയില്ലെങ്കിലും അറിയേണ്ട സത്യങ്ങൾ ഞാൻ പറയാം. എന്താണ് ഈ 3ആയിട്ട് തിരിക്കുക ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ന്യായവിധി? 1, എ പാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആസ് എ സിന്നർ. പാപി എന്ന നിലയിൽ ന്യായവിധി കഴിഞ്ഞുപോയി. തിരുവനന്തപുരത്ത് വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുവിനുള്ളവർക്ക് ഒരു ശിക്ഷയില്ല. ശിക്ഷയില്ല ഇനി. എ പാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആസ് എ സിന്നർ. അപ്പോഴാണ് ചോദ്യം വന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാമല്ലോ, ശിക്ഷയില്ലല്ലോ. അപ്പോഴാണ് ദർ ഇസ് എ സെക്കൻഡ് ടൈപ്പ് ഓഫ് ജഡ്ജ്മെൻറ്റ്, എ പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ് ആസ് എ സൺ. ഒരു പുത്രൻ എന്ന നിലയിൽ ഇന്ന് നടക്കുന്ന ന്യായവിധി. ബൈബിളിൽ ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്, എന്താണെന്നറിയാമോ? ബാലശിക്ഷ, ചാസ്റ്റൈസ്മെൻറ്റ്, ബാലശിക്ഷ. ഒരു പുത്രൻ എന്ന നിലയിൽ ന്യായവിധി നടക്കുന്നു. പക്ഷേ ഫ്യൂച്ചറിലോ എ ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റ് ആസ് എ സെർവൻറ്റ്, ഒരു ദാസൻ എന്ന നിലയിൽ ഭാവിയിൽ ഒരു ന്യായവിധിയുണ്ട്. ഇത് 3ആയിട്ട് തിരിച്ചു പഠിക്കാമെങ്കിൽ ഉപദേശവും തെറ്റത്തില്ല, ബൈബിളിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കും, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന രക്ഷ നഷ്ടപ്പെടുമെന്നും ഒക്കെ പഠിപ്പിക്കുന്നവരോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓർക്കുക, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 3 വിധ ന്യായവിധിയാണ്. പാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആസ് എ സിന്നർ.
അത് നമുക്കറിയാം. പക്ഷെങ്കിൽ വിതിൻ ഫ്യൂ മിനിറ്റ്സ് നമുക്കതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുന്നത് നല്ലതല്ല. നമുക്ക് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം. ഒന്ന്, ബിലീവേഴ്സ് ത്രീ ഫോൾഡ് ജഡ്ജ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് എ പാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആസ് എ സിന്നർ. ഞാൻ ഓർപ്പിച്ചു, ഒരു വിശ്വാസിയുടെ ന്യായവിധി കഴിഞ്ഞുപോയി. റോമർ 8 വായിക്കുന്നുണ്ട്, ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപങ്ങളും രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്തിട്ടുള്ള പാപങ്ങളും ദൈവപുത്രൻ്റെ മേൽ പിതാവാണ് ചുമത്തിയത്. അത് ലേവ്യ പുസ്തകം 16-ാം അധ്യായം ബ്യൂട്ടിഫുള്ളി ഇലസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കവിടോട്ട് നോക്കാൻ നേരമില്ല. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ വർഷത്തിലൊരിക്കൽ പാപത്തിന് പരിഹാരം വരുത്തുന്നു. മഹാപാപ പരിഹാര ദിവസം 2 ആട്ടുകൊറ്റന്മാരിൽ ഒരാട്ടുകൊറ്റനെ മഹാപുരോഹിതൻ കൊണ്ടുവന്ന് അവൻ്റെ കരങ്ങൾ ആടിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ വർഷം അവർ ചെയ്ത സകല പാപങ്ങളും ഏറ്റുപറയും. ഒരു വിധത്തിൽ ആ ആടിൻ്റെ മേലോട്ട് അതങ്ങ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഏതാണ്ട് 10 മൈൽ ദൂരെ ആടിനെയും കൊണ്ട് പോവുകയാണ്. പോയിട്ട് ഒരു വിള്ളലിലോട്ട് അങ്ങ് തള്ളിക്കളയും. ആട് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ഇവിടെ മഹാപുരോഹിതൻ തൻ്റെ ജ്ഞാനത്തിനൊത്തവണ്ണമാണ് ആ പാപം അവൻ്റെ മേൽ ചുമത്തിയത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? യെശയ്യാപ്രവചനം 53:6 നമുക്കറിയാവുന്നതുകൊണ്ട് എടുക്കണ്ട. പിതാവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നോട്ട് ലിവിങ് എ സിംഗിൾ സിൻ വി ഹാവ് കമ്മിറ്റഡ്. ഇത് പിതാവായ ദൈവം ചെയ്യുമ്പോൾ നമ്മൾ ജനിച്ചിട്ടില്ല, നമ്മൾ പാപം ചെയ്തിട്ടില്ല. God in His wisdom knew everything that will happen in our life. Nothing is happening accidentally. പീറ്ററിനെ ദൈവം തിരഞ്ഞെടുത്തു, കർത്താവ് തിരഞ്ഞെടുത്തു പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ പത്രോസ് തള്ളിപ്പറയുമെന്ന് അറിഞ്ഞിട്ടാണ് കർത്താവ് തിരഞ്ഞെടുത്ത്, അല്ലേ? കർത്താവിനെ അറിയാം പത്രോസ് തള്ളിപ്പറയും, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. കർത്താവിനെ അറിയാം, അറിഞ്ഞിട്ടാണ് തിരഞ്ഞെടുത്ത്. നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ ഹി ന്യൂ മൈ ഓൾ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് കർത്താവിനറിയാം. അതെല്ലാം പുത്രന് മേൽ ചുമത്തി. ആ പാപം ചുമന്നുകൊണ്ട് പത്രോസ് രേഖപ്പെടുത്തി. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ആ പാപത്തിന് പരിഹാരം വരുത്തി. ഞാനവിടെ ഒന്ന് വിടുകയാണ്. ക്രൂശിൽ വെച്ച് അവസാനമായി കർത്താവ് പറയുന്നത് സകലവും നിവൃത്തിയായി. ഗ്രീക്ക് ലാംഗ്വേജിൽ നമുക്കറിയാം, അന്നത്തെ പ്രൊമിനൻ്റ് ലാംഗ്വേജ് ഗ്രീക്കാണ്. പുതിയ നിയമം എഴുതിയതും ഗ്രീക്ക് ലാംഗ്വേജിലാണ്. ഗ്രീക്ക് ലാംഗ്വേജിൽ ആ വാക്ക് ടെറ്റലാസ്തൈ എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ആ വാക്കിനൊരു വളരെ പ്രാധാന്യതയുണ്ട്. ഞാനൊരു കാര്യം ഒന്ന് ഓർപ്പിക്കാം. അന്ന് റോമക്കാരാണ് ഭരിക്കുന്നത്. റോമൻസ് ഭരിക്കുന്ന കാലത്ത് ആ റോമൻ സിറ്റിസണിൽ ഒരാളെ ഒരു കുറ്റം ചെയ്ത് പിടിച്ചു, അവനെ ജയിലിലടയ്ക്കും. പക്ഷേ ജയിലിലടയ്ക്കുമ്പോൾ റോമൻ ലോ അനുസരിച്ച് ആ സെല്ലിൻ്റെ പുറത്ത് അവൻ്റെ പേരെഴുതി തൂക്കിയിടും ഒരു സ്ക്രോളിൽ. അവൻ്റെ പേരിൻ്റെതാണ്, അവൻ ചെയ്ത ഒഫൻസിൻ്റെതാണ്. അവൻ ഈ ജയിലിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കിടക്കണം. അതവിടെ കിടക്കും, അവൻ ആ ജയിലിൽ കിടക്കുന്നിടത്തോളം കാലം. ഈ 2 വർഷമാണ് അവൻ്റെ ശിക്ഷയെങ്കിൽ 2 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിയുമ്പോൾ റോമൻ അധികാരികൾ ആ ചുരുളിൻ്റെ കുറുകെ എഴുതും ഒരു വാക്ക്, ഇറ്റ് ഈസ് പെയ്ഡ്. ആ വാക്ക് ഗ്രീക്കിൽ ടെറ്റലാസ്തൈ എന്നാണ്. യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് അവസാനം പറഞ്ഞ വാക്കതാണ്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമുക്ക് വിരോധവും പ്രതികൂലമായ ഒരു കയ്യെഴുത്തുണ്ടായിരുന്നു. there was a handwriting which is against us. നമ്മുടെ നേരെ പറഞ്ഞ ഒരു നീണ്ട പട്ടിക പാപത്തിൻ്റെ, ആ പട്ടികയ്ക്ക് മുഴുവൻ ഉത്തരവാദിയായി കർത്താവ് തീർന്ന് അതിൻ്റെ കുറുകെ കർത്താവ് എഴുതി അത് കൊടുത്തു തീർത്തു. ആ ചരിത്രം പറയുന്നത് ജയിൽ തുറന്നിട്ട് ഈ ചുരുട്ടി ഈ മനുഷ്യൻ്റെ കൈ കൊടുക്കും, അവന് പോകാം. റോമൻ നിയമം അനുസരിച്ച് ആ മനുഷ്യൻ കുറ്റം ചെയ്തു, കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു. ഇനി അവനെ ശിക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ വിത്ത് അസ്. നമ്മൾ ചെയ്ത പാപങ്ങൾക്ക് കർത്താവ് ശിക്ഷ അനുഭവിച്ചു. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി. ഇനിയും നമുക്ക് ഒരു ശിക്ഷയുമില്ല, നമ്മളെ സ്വതന്ത്രരായി വിട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷവും ചെയ്യുന്ന പാപത്തിന് എനിക്ക് ശിക്ഷയില്ലെങ്കിൽ എനിക്ക് രക്ഷിക്കപ്പെട്ട ശേഷം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ.
ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇത് സാധാരണ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനും നമ്മളെ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നവർ പറയുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടും ജനനമാണ്. ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് പാപത്തിൽ തുടരാൻ കഴിയില്ല എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹി ക്യാൻ സിൻ ബട്ട് ഹി വിൽ നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. രക്ഷിക്കപ്പെടാത്തവരോട് പാപത്തിൽ തന്നെ ജീവിക്കുക, അവനൊരു പ്രശ്നവുമില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പാപത്തിൽ തുടരാനൊക്കത്തില്ല, ബിക്കോസ് ഹി ഹാസ് എ ന്യൂ നേച്ചർ. നമ്മൾ റോമലേഖനം 5-ാം അധ്യായം എടുത്താലേ ഈ പറഞ്ഞ ചോദ്യം പൗലോസ് വേറൊരു വിധത്തിൽ അവിടെ ചോദിക്കുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 5 അതിൻ്റെ 20-ാം വാക്യം നോക്കി. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 20. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന്, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അടുത്ത ചോദ്യം എന്താ? യെസ്, 6-ാം അധ്യായം. ആകയാൽ എന്ത്? യെസ്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഈ ചോദ്യം അതുമ്പ് ചോദിച്ചേ. ഏതായാലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പം ഇനി കൃപ വർദ്ധിക്കാനായിട്ട് പാപം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? പൗലോസ് അവിടെ പറയുന്ന മറുപടി എന്നാണെന്നറിയാമോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ച നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത് പാപത്തെക്കുറിച്ച് അനുദപിച്ച് പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മരിച്ചപ്പോഴാണ്. അങ്ങനെ മരിച്ച ഒരു വ്യക്തിക്ക് ഇനി അതിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയത്, വീണ്ടും ജനിച്ചൊരു വ്യക്തി പാപത്തിൽ ജീവിക്കത്തില്ല. നമ്മുടെ മലയാളം ബൈബിളിൽ വീണ്ടും ജനിച്ചവൻ പാപം ചെയ്യുന്നില്ലെന്നാണ്. ആ ചെയ്യുന്നില്ല എന്നുള്ള ഭാഷാന്തരം ശരിയല്ല. ഹി വിൽ നോട്ട് കണ്ടിന്യൂ ഇൻ സിൻ എന്ന NIV ട്രാൻസ്ലേഷൻ നോക്കിയാൽ അങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒറിജിനൽ മീനിങ്. ഹി കനോട്ട് ലിവ് ഇൻ സിൻ, ഹി കനോട്ട് കണ്ടിന്യൂ ഇൻ സിൻ. ഹി ക്യാൻ ഫോൾ ഇൻ സിൻ ബട്ട് ഹി വിൽ നോട്ട് ലിവ് ഇൻ സിൻ. അതാണ് വീണ്ടും ജനിച്ചൊരു ദൈവത്തിൻ്റെ ലക്ഷണം. എന്നാൽ ഒരു വിശ്വാസി മനഃപൂർവ്വം പാപം ചെയ്യുകയാണ്, വിശ്വാസിയാണെങ്കിൽ, ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീട് പറയാം, ആണെങ്കിൽ കർത്താവ് അവനോട് ഇടപെടും. ആ ഇടപെടുന്നതിൻ്റെ പേരാണ് ബാലശിക്ഷ. ഞാനൊരു ദൃഷ്ടാന്തം പറയാം. ഐ എം ഗോയിങ് ടു ടെൽ ആൻ ഇലസ്ട്രേഷൻ, മനസ്സിലാക്കാൻ വേണ്ടി. എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്. എൻ്റെ മകൻ്റെ മകന് ഇപ്പം 11 വയസ്സായി. അവനോട് ഞാൻ പറഞ്ഞു മോനെ, വീടിൻ്റെ മുന്നിലെങ്ങും ഫുട്ബോൾ കളിക്കരുത്, കാരണം ജനലൊക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നീ ഫുട്ബോൾ കളിച്ചാൽ ഗ്ലാസ്സൊക്കെ പൊട്ടും. അപ്പോൾ എന്നെ വലിയ ഡാഡി എന്നാണ് വിളിക്കുന്നത്. വലിയ ഡാഡി, ഞാൻ കളിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോയി തിരിച്ചു വരുമ്പം കാണാൻ കണ്ണാടിയെല്ലാം അടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുക. എനിക്ക് മനസ്സിലായി ഇവൻ പന്ത് കളിച്ച് പൊട്ടിച്ചതാണ്. ഞാനവനെ പിടിച്ചു, 2 എണ്ണം കൊടുത്തു, അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരാശാരിയെ വിളിച്ച് കണ്ണാടിയും ചില്ലുമൊക്കെ മേടിച്ച് അയാളുടെ കൂലിയൊക്കെ കൊടുത്ത് ഇതെല്ലാം റിപ്പയർ ചെയ്തു. ഞാൻ എൻ്റെ കൊച്ചുമോനെ അടിച്ചത് ഈ കണ്ണാടിയുടെ വില കിട്ടാനാണോ? എന്തിനാ അടിച്ചേ? അവൻ അനുസരിക്കാതെ വന്നുകൊണ്ടാണ്. ഇതാണ് ബാലശിക്ഷ. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം ക്രൂശിൽ കർത്താവ് വില കൊടുത്തു കഴിഞ്ഞു. ഇറ്റ് ഈസ് പെയ്ഡ്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ആശാരിയുടെ പൈസയും ചില്ലിൻ്റെ പൈസയെല്ലാം ഞാൻ കൊടുത്ത പോലെ ഞാൻ ചെയ്ത സകല പാപത്തിൻ്റെ പരിഹാരം ക്രൂശിൽ കർത്താവ് വരുത്തി. എന്നാൽ ഞാൻ കർത്താവ് പറയുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ എന്തോ സംഭവിക്കും? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അടി കിട്ടും. അടിയുടെ പേരാണ് ബാലശിക്ഷ. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പാപം വന്നു പോയത് കൊണ്ട് ഉടനെ അടിക്കാനിരിക്കുകയല്ല ദൈവം. ഒരബദ്ധം വന്നു, ഒരു തെറ്റുപറ്റി, ഉടനെ അടിക്കുക, അങ്ങനെ ഇരിക്കുകയല്ല. എപ്പോഴാണ് ദൈവം ബാലശിക്ഷ തരുന്നതെന്നറിയാമോ? ജെരമ്യാവിൻ്റെ പ്രവചനം ഒന്നെടുത്തേ. ഇസ്രായേലിൻ്റെ ദൈവം പ്രവാചകന്മാരെ അയച്ചു, അവരോട് ഇടപെട്ട് നോക്കി. ജെരമ്യാ ചാപ്റ്റർ 2, ഞാൻ പറയുന്ന 2 വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. യെരമ്യാ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം നോക്കി. അവന്റെ കോപം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, സത്യം എന്ന് പറയുന്നു. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാലും വേണ്ടില്ല ബൈബിളിൽ, പിന്നീട് ചെയ്താൽ മതി. അവിടെ വായിക്കുന്നത് കണ്ടോ? ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് നീ പറയുകൊണ്ട് നിന്നോട് ഞാൻ വ്യവഹരിക്കും.
അതേ ജെറമ്യാവ് 3:13 വായിച്ചേ. അതോടെ ചേർത്ത് ചാപ്റ്റർ 3:13 ഒന്ന് വായിച്ചു നോക്കി. നിന്റെ ദൈവമായ യഹോവയോട് നീ പാപം ചെയ്തു, സകലത്തിന് കീഴിലൊക്കെ മനുഷ്യന്മാരുടെ ദുർമാർഗമായി നടന്നതും നിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യും. നിന്റെ അകൃത്യമെന്ന് സമ്മതിച്ചാൽ മതി. കണ്ടോ വാക്യം? പ്രവാചകന്മാരെ അയച്ച ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നീ അകൃത്യം ചെയ്തെന്നൊന്ന് സമ്മതിച്ചാൽ മതി. നീ അകൃത്യം ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ നിന്നോട് വ്യവഹരിക്കും. ഐ വിൽ ഡീൽ വിത്ത് യു ഫോർ യു സേ യു ഹാവ് നോട്ട് സിൻഡ്. ദൈവം എപ്പോഴാണ് നമ്മളോട് ഇടപെടുന്നത്? നമുക്ക് പാപബോധമില്ലാതെ. ദൈവം തൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത് അവൻ വന്ന് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് പാപബോധം തന്നിട്ടും നമ്മൾ ദൈവത്തോട് മറുത്തു നിൽക്കുകയാണെങ്കിൽ പിന്നെ ദൈവത്തിനൊരു മാർഗമേ ഉള്ളൂ, പാപശിക്ഷ. ഇസ്രായേലിനോട് പറഞ്ഞു, നിൻ്റെ അകൃത്യം ഒന്ന് സമ്മതിച്ചാൽ മതി ഇസ്രായേലേ. നമ്മൾ 1 യോഹന്നാൻ 1:8-9 വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവിടെ യോഹന്നാൻ എന്താ പറയുന്നത്? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്തോ ആ കണ്ടീഷൻ? ഏറ്റുപറയണം. പാപം ഏറ്റുപറയണം. ഞാൻ ആ വാക്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ കൊച്ചുമോളോട് പറഞ്ഞു, മോളെ മഴയെല്ലാം പെയ്ത് മുറ്റത്ത് ചള്ളയാ, കളിക്കല്ലേ, വലിയ ഡാഡി കളിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണാൻ ഇവള് കൊച്ച് ചള്ള കിടക്കുക. ഇതുപോലെ ആ കൊച്ചിനെ ഞാൻ അടിക്കാൻ കൈയെടുത്തപ്പം കരഞ്ഞുണ്ട്, വലിയ ഡാഡി എന്നെ അടിക്കല്ലേ, ഇനി ഞാൻ കളിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു വല്യപ്പൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ കരുണ തോന്നുന്നു. ഞാൻ അടിക്കത്തില്ലെന്ന് മാത്രമല്ല, അവളെ കൊണ്ടുവന്ന് പൈപ്പിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ആ ചെളിയെല്ലാം ഞാൻ കഴുകിക്കളയും. അവിടെ ദൈവം പറഞ്ഞ എന്താണെന്നറിയാം? I will forgive and I will cleanse you. He will not only forgive us, He is a father to us to cleanse us. ദോഷികളായ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്വനായ പിതാവ് എത്രയധികം നമ്മളെ അത്ര സ്നേഹിക്കുന്ന ഒരു ദൈവം. നമ്മളോടാകെ ആവശ്യപ്പെടുന്നത് നമ്മുടെ പാപങ്ങളെ അകൃത്യങ്ങളെ നാം സമ്മതിക്കണം എന്നുള്ളതാണ്. എന്നാൽ സഭാ ജീവിതത്തിൽ, ക്ഷമിക്കണേ, ഇവിടുത്തെ എനിക്ക് ഒരു ചരിത്രവും അറിയത്തില്ലേ, ഫേബ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ സഭാ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെടാത്തവരുണ്ട്. നാച്ചുറൽ ബിലീവേഴ്സ്, പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവന് ദൈവാത്മാവില്ല. അവനോട് ദൈവം ഇടപെടത്തില്ല. ഞാനൊരു നല്ല ദൃഷ്ടാന്തം പഴയ നിമിത്തം തരാം. നിങ്ങൾ ജെറമ്യ പ്രവചനം ഒന്ന് എടുത്താട്ടെ. ജെറമ്യ ചാപ്റ്റർ 48, ജെറമ്യ പ്രവചനം 48 അധ്യായം എടുക്കുമ്പോൾ ദൈവം യഹൂദനോട് ഇടപെടുന്നത് നമ്മൾ വായിക്കുന്നു. ഞാൻ എടുത്തരാ വാക്യം. യഹൂദനോട് മോവാബ്യരോട് ദൈവം ഇടപെടുന്നില്ല. ജെറമ്യ 48:11. മുതൽ സൂര്യമായി മണ്ണിനുമീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു. മതി. ഇനി നമ്മൾ അതോട് ചേർത്ത് ഹീബ്രൂസ് 12 എടുത്തേ. ഹീബ്രൂസ് 12:8, എബ്രായലേഖനം 12:8 ചേർത്ത് വായിക്കുക, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയൻ. കൗലടയൻ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പണങ്ങുമോ? അവിടെ ശരിക്കും എഴുതിയിരിക്കുന്നത് ബാസ്റ്റേഡ് എന്ന്, ശരിക്കുള്ള ഇംഗ്ലീഷ്. ഇഫ് ഗോഡ് ഈസ് നോട്ട് ഡീലിംഗ് വിത്ത് യു, യു ആർ ആൻ ഇല്ലിജിറ്റിമേറ്റ് ചൈൽഡ്. ഇസ്രയേലിൻ്റെ മോവാബിൻ്റെ ചരിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. മോവാബ് എന്ന് പറയുന്നത് ആരാ? ഈ മോവാബ്യരും അമ്മോന്യരും എങ്ങനെയാണ് ജനിച്ചേ? മോവാബ്യരുടെയും അമ്മോന്യരുടെയും ലോത്തിൽ ഇല്ലീഗലായിട്ടുണ്ടായതാ. ദൈവം അവരോട് ഇടപെടത്തില്ല. എന്നാൽ ഇസ്രയേലിനോടോ? പുറപ്പാട് ദിവസം 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ, പുറപ്പാട് 4:22 ദൈവം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ മോശയോട് എന്താ പറയുന്നത്? ഇസ്രയേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ. അങ്ങനെയല്ലേ പറയുന്നത്? എടുത്തെങ്കിൽ നോക്കിക്കേ. പറഞ്ഞോ. ഇസ്രയേൽ എൻ്റെ പുത്രൻ,
ദൈവം എന്തിനാണ് ഇസ്രായേലിനോട് ഇടപെടുന്നത്? നമ്മളൊന്ന് ആലോചിച്ചാൽ 4000 വർഷം ചരിത്രമുണ്ട്. അതിൽ 2400-600 വർഷത്തോളം ഒന്നിയിൽ അന്യനാട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ ഭരിക്കുക. കഷ്ടപ്പാട്, ഇതുപോലെ കഷ്ടം അനുഭവിച്ചൊരു ജനമില്ല. സെക്കൻഡ് വേൾഡ് വാർ ആയപ്പോൾ നമുക്കറിയാം 90 ലക്ഷം ജൂസ് യൂറോപ്പിലുണ്ടായിരുന്നു. അതിൽ 60 ലക്ഷത്തെ കൊന്നു. ലോകത്തിൽ എവിടെ ചെന്നാലും അവരെ കൊല്ലുക. കൊല്ലാത്ത രാജ്യങ്ങൾ വളരെ ചുരുക്കമാണ്. എന്തിനാ ഇവർ ഇങ്ങനെയും കഷ്ടം അനുഭവിച്ച്? എന്നാൽ അടുത്ത് കിടക്കുന്ന, തൊട്ട് കിടക്കുന്ന രാജ്യമാണ് മോബ്. മോബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർഡൻ്റെ സ്ഥലമാണ്. അവരോട് ദൈവം ഇടപെടത്തില്ല. അവരോട് ദൈവം പറയുന്ന ഭാഷ മട്ടിന്മീതെ തെളിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആ മട്ടിൻ്റെ സ്വാദ് അവരിലുണ്ട്. അവർക്കൊരു കുഴപ്പമില്ല. ദൈവം അവരോട് ഇടപെടാത്തതിൻ്റെ കാരണം എന്നാ? അവർ ദൈവത്തിൻ്റെ മക്കളല്ല. ദൈവത്തിൻ്റെ മക്കളോടെ ദൈവം ഇടപെടത്തുള്ളൂ. നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ മക്കളല്ലെങ്കിൽ അവർക്ക് ന്യായവിധിക്കായി ഒരു ദിവസം വെച്ചിട്ടുണ്ട്. അന്ന് അവരെ ശിക്ഷിച്ചോളും. എന്നാൽ നമുക്ക് ഭാവിയിൽ ശിക്ഷയില്ലാത്തത് കൊണ്ട് നമ്മുടെ ന്യായവിധി ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ഈ ലോകത്തിൽ വെച്ച് ആ ബാലശിക്ഷ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് മോബിനോട് ദൈവം ഇടപെടാതെയും ഇസ്രായേലിനോട് ദൈവം ഇടപെടുകയും ചെയ്തത്. മോബ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡാണ്. അപ്പോൾ ഹീബ്രൂസ് 12:8 വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, നിങ്ങൾ കൗലടയന്മാരാണ്. മക്കളെങ്കിലോ ബാലശിക്ഷ. അപ്പോൾ ദൈവം നമ്മളോട് പല വിധത്തിൽ ഏർപ്പെടും. ബാലശിക്ഷയ്ക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവം, ഞാൻ ഓർപ്പിച്ച പോലെ, ദൈവം നമ്മളെ ശിക്ഷിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ശുദ്ധീകരണം ദൈവത്തിന് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടും എന്നുള്ളത് കാണാൻ കഴിയും. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ഒരു പഠനമാണ്. എടുക്കാൻ ഒരു നിവൃത്തിയില്ല. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 19 നിങ്ങൾ പശുഭസ്മം എന്ന് പറയുന്ന ശുദ്ധീകരണത്തിൻ്റെ ഒരു ആചാരം ഇസ്രായേലിന് കൊടുത്തിരുന്നു. പശുഭസ്മം, ചുവന്ന പശുക്കിടാവിനെ ചുട്ട് ചാമ്പലാക്കി ആ ഭസ്മം പാളയത്തിന് പുറത്തു കൊണ്ടുവെക്കണം. പാളയം എന്ന് പറഞ്ഞാൽ ക്യാമ്പിന് പുറത്ത്. നോക്കുക, പാപം ചെയ്യുന്നവൻ, അശുദ്ധനായവൻ എങ്ങോട്ടാണ് പോകുന്നത്? പാളയത്തിന് പുറത്താണ്. അവൻ പാളയത്തിന് പുറത്ത് ചെല്ലുമ്പോൾ ദേവാലയത്തിൽ വരാനൊക്കില്ല. അവിടെ ഇരിപ്പുണ്ട് ഈ ഭസ്മം. പിന്നെ പുരോഹിതനൊന്നും ചെല്ലണ്ട. ആ 19-ാം അധ്യായം വായിച്ചു നോക്കുക. ശുദ്ധിയുള്ളവൻ, ആര് ക്ലീനായിട്ടുണ്ടോ അവന് ചെയ്യാം. ഈ പൊടി എടുത്തിട്ട്, പശുഭസ്മം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് 3-ാം ദിവസവും തളിക്കണം, 7-ാം ദിവസവും തളിക്കണം. ഒരു വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. ആ 19-ാം അധ്യായത്തിൽ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 3-ാം ദിവസവും ആ വെള്ളം കൊണ്ട് തന്നെ താൻ ശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ 3-ാം ദിവസം തന്നെ ശുദ്ധീകരിക്കാതിരുന്നാൽ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകും. യെസ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, 3-ാം ദിവസം തളിക്കാതിരുന്നാൽ 7-ാം ദിവസം ശുദ്ധിയുള്ളവനാകത്തില്ല. എന്താ ദൈവം പഴയ നിയമത്തിൽ കൽപ്പിക്കുന്നത്? ഇതിന് പുതിയ നിയമ അർത്ഥമുണ്ട്. നിങ്ങൾ മനോഹരമായ ഒരു ഭാഗമാണ്. സമയമുണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. ജനസിസ് ചാപ്റ്റർ 42, ഉൽപ്പത്തി 42 ചരിത്രം ഞാൻ പറയാം. യോസേഫിൻ്റെ സഹോദരന്മാരെ യോസേഫിൻ്റെ മുന്നേ വന്ന് നിൽക്കുക. യോസേഫിന് ഇവരെ മനസ്സിലായി, അവർക്ക് യോസേഫിനെ മനസ്സിലായില്ല. യോസേഫ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഇവർ പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ? ഞങ്ങൾ പരമാർത്ഥികളാണ്. വി ആർ ഇന്നസെൻറ്റ്. വിറ്റ് കളഞ്ഞ യോസേഫ് ആ ബാലനായി പൊട്ടക്കിണറി കിടന്ന് കരഞ്ഞപ്പോൾ ഈ സഹോദരന്മാർ കരക്കിരുന്ന് അപ്പം തിന്നുകയാണ്. അതും യോസേഫ് കൊണ്ടുപോയ അപ്പം തിന്നുകയാണ്. ഹൗ ക്രൂവൽ ദേ വർ. യോസേഫ് കരഞ്ഞു വന്ന് അവസാനം അവനെ വിറ്റുകളയാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വിറ്റുകളഞ്ഞതാണ്. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞു. ഇത്ര വലിയൊരു മനുഷ്യനാണെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. യോസേഫ് പിന്നെ എന്താ ചെയ്തതെന്നറിയാമോ? ആ 42-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. ഇവരെ കാരാഗൃഹത്തിൽ അടച്ചു. 3-ാം ദിവസമായപ്പോൾ ഇവർ അന്യോന്യം പറയാൻ തുടങ്ങി, ഇത് നമ്മുടെ സഹോദരൻ്റെ രക്തം നമ്മോട് ചോദിക്കുകയാണ്. 3-ാം ദിവസം. അതിനു മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ നിരപരാധികളാണ്. അതിൻ്റെ ശേഷമാണ് യോസേഫ് തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തിയത്. 3-ാം ദിവസം. ഇറ്റ് ഈസ് എ ഡേ ഓഫ് റിസറക്ഷൻ ആൻഡ് റിയലൈസേഷൻ. നമ്മുടെ കർത്താവ് മടങ്ങി വരണം, യഹൂദൻ സ്വീകരിക്കണം. പക്ഷേ അവനൊരു 3-ാം ദിവസത്തിൻ്റെ അനുഭവം ഉണ്ടാകണം.
അത് പീഡന കാലഘട്ടത്തിലാണ്. അന്നേ അവർ കുത്തിയവങ്കിലേക്ക് നോക്കത്തുള്ളൂ. അവരാ വിധത്തിൽ കഷ്ടതയുടെ മൂർധന്യാവസ്ഥയിൽ മാത്രമേ ക്രിസ്തുവിനെ അംഗീകരിക്കുകയുള്ളൂ. ഈ യോസേഫിനെ തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിയുകയുള്ളൂ. അങ്ങനെ തിരിച്ചറിഞ്ഞ ശേഷമേ ക്രിസ്തു അവർക്ക് വേണ്ടി മടങ്ങി വരികയുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്തു വരത്തില്ല. പക്ഷെ അവിടെ ഭയങ്കര മനോഹരമാണ്. യോസേഫിൻ്റെ സഹോദരന്മാർ യോസേഫിനെ മനസ്സിലാക്കിയപ്പോൾ വലിയ ധനികനും മഹത്വപൂർണനുമാണ്. അവരൊരു കാര്യം കൂടെ മനസ്സിലാക്കി. യോസേഫിൻ്റെ വലത്ത് ഭാഗത്ത് പുറജാതിക്കാരത്തെയായ ഒരു ഭാര്യയുണ്ടായിരുന്നു. ദാറ്റ് ഇസ് എ പിക്ചർ ഓഫ് ദ ചേർച്ച്. യഹൂദൻ കർത്താവിനെ തിരിച്ചറിയുമ്പോൾ ആ യഹൂദൻ അന്ന് മനസ്സിലാക്കും, ഇവനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞതാണ്, വിറ്റുകളഞ്ഞതാണ്, തിരസ്കരിച്ചതാണ്. ഇന്ന് അവൻ്റെ വലത്ത് ഭാഗത്ത് ജാതികളിൽ നിന്നെടുത്ത ഒരു കാന്ത അവൻ്റെ വലത്ത് ഭാഗത്ത് കാണും. അവൻ്റെ മഹത്വത്തെ ഷെയർ ചെയ്തുകൊണ്ട് അവനോട് കൂടെ ആയിരിക്കും അവൻ്റെ കാന്ത. അവർ ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ 3-ാം ദിവസത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ഈ പഴയ നിയമത്തിൽ പശുഭസ്മം ഇതിൻ്റെ ബ്യൂട്ടിഫുൾ സ്റ്റഡിയാണ്. സാധാരണ ഞാനത് 1 മണിക്കൂർ കണ്ടെങ്കിലും എടുക്കുന്നൊരു പോർഷനാണ്. ഞാൻ വിതിൻ ഫ്യൂ മിനിറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. അത്ര ബ്യൂട്ടിഫുൾ ഒരു സ്റ്റഡിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, വി നീഡ് ടു ഹാവ് എ കൺവിക്ഷൻ ടു കൺഫസ്. അൺലെസ് വി കൺഫസ് വി വിൽ നെവർ ഹാവ് ഫോർഗിവ്നെസ്, ക്ലെൻസിങ്. സോ അതിൻ്റെ സ്റ്റെപ്പ് കൺവിക്ഷൻ, കൺഫഷൻ, ക്ലെൻസിങ്. കൺവിക്ഷൻ ഇല്ലാതെ കൺഫസ് ചെയ്യാനൊക്കത്തില്ല. നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം, ഞാൻ ചെയ്തത് തെറ്റാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? സാധാരണ ഒരു വിശ്വാസി കുറ്റം ചെയ്താൽ 4 കൂട്ടത്തിൽ പ്രതികരിക്കും. 4-ൽ 1 വശം. ആദ്യം ചെയ്യുന്നത് എന്നാണെന്നറിയാം, ആരെങ്കിലും കുറ്റം പറയും. ആദമിനോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ചോദിച്ചു, നീ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്നോന്ന് ചോദിച്ചു. എന്താ പറഞ്ഞേ? നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ പറിച്ചുകൊണ്ട് വന്നു, ഞാൻ തിന്നു. ആരെയാ ശരിക്കും കുറ്റം പറഞ്ഞു? ദൈവത്തെയാ. നീയാ ഇവളെ തന്നത്, അവൾ പറിച്ചുകൊണ്ട് വന്നു, ഞാൻ തിന്നു. അവയുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നീ ഇത് ചെയ്തോന്ന് ചോദിച്ചവൻ പറഞ്ഞു, സാത്താൻ എന്നെ വഞ്ചിച്ചു. അപ്പം ബ്ലെയിമിങ് സം അതേഴ്സ്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ക്ലെൻസിങ് ഇല്ല. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ വായിക്കേണ്ട 1 ശമൂവേൽ ചാപ്റ്റർ 15, അമാലേക്കരെ മുഴുവൻ കൊല്ലണമെന്ന് പറഞ്ഞു. ശമൂവേൽ വരുമ്പോൾ കേൾക്കാൻ കാളയുടെയൊക്കെ മുക്ര. ഇതെന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, നിൻ്റെ ജനം നിൻ്റെ ദൈവത്തിന് യാഗമർപ്പിക്കാൻ മേൽത്തരമായത് വെച്ചിരിക്കുകയാണ്. ശൗലിൻ്റെ സിംഹാസനമേ പോയി. അനുസരിക്കുന്നത് യാഗങ്ങളെക്കാളും ദൈവത്തിന് പ്രസാദമാണ്. They will bring some excuse. Either they will accuse or they will bring some excuse. 3-ാമത് നമ്മൾ സദൃശവാക്യം, നമുക്ക് കാണാതറിയാവുന്ന വാക്യമാണ്. സദൃശവാക്യം 28:13 നമ്മൾ വായിക്കുന്നുണ്ട്, ഹീ ദാറ്റ് കവറത്ത് സിൻ ഷാൽ നോട്ട് പ്രോസ്പർ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുംഭരത്തിൽ മറച്ചു വെക്കും. ആരും കണ്ടില്ല, അറിയണ്ട എന്ന് വിചാരിക്കും. 4-ാമത് ബ്രദറെ ഒന്ന് വായിച്ചേ, 1 കൊരിന്ത്യർ 11. 1 കൊരിന്ത്യർ 11 ആദ്യം കിട്ടുന്നവരൊന്ന് വായിച്ചു കേട്ടോ. 1 കൊരിന്ത്യർ 11:31 and 32. യെസ്, നീ നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടില്ല. ജഡ്ജ് യുവർ സെൽഫ് ദാറ്റ് യു വിൽ നോട്ട് ബി ജഡ്ജ്. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ദൈവത്തോട് പറയണം, ദൈവമേ ഞാൻ ചെയ്തത് തെറ്റാ. If you judge yourself, you will not be judged. If you are not going to judge, God will judge you. ആ ജഡ്ജ്മെൻ്റാണ് വിശ്വാസിയുടെ ന്യായവിധി. അവൻ നമ്മൾ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ടൊരു മാർഗ്ഗമേ ഉള്ളൂ, നമ്മളെ തന്നെ നമ്മൾ വിധിക്കണം, മറ്റുള്ളവരെ വിധിക്കാനല്ല. ലോർഡ്, ഐ ഹാവ് ഡൺ റോങ്, തിങ്സ് ഹാവ് ഗോൺ റോങ്, എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. നാം ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കാത്ത ഒരു പാവവുമില്ല, ഏത് പാവവും ക്ഷമിക്കും എന്നുള്ളത് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ കൂടെ ഓടിപ്പോകുന്നു. ഞാൻ എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്ത് വലിയൊരു മീറ്റിംഗ് തന്നെ നടക്കുകയാണ്. വാളണ്ടിയേഴ്സ് വേണം. എനിക്ക് വാളണ്ടിയേഴ്സായിട്ട് നിന്നത് ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരുന്നു. പ്രിസൺ ഫെലോഷിപ്പിൽ രക്ഷിക്കപ്പെട്ട ജയിലിൽ നിന്ന് മോചിതരായ കുറേ പേരാണ്. അവരാണ് എൻ്റെ വാളണ്ടിയേഴ്സായിട്ട് 2-3 ദിവസം വർക്ക് ചെയ്ത് എൻ്റെ മീറ്റിങ്ങിന്. അപ്പോൾ ഞാനിത് ഇവരോട് ഇടപെട്ട് ഇവരോട് സംസാരിച്ച് നോക്കി, നിങ്ങളെങ്ങനെയാണ് ജയിലിൽ പോയത്? അപ്പം പറഞ്ഞു, മിക്കവാറും പേര് രാഷ്ട്രീയ കൊലപാതകന്മാരാണ്.
നമ്മൾ അറിയുന്നില്ല, പാർട്ടിക്കാർ ഇവരെയും കൊണ്ട് കൊല നടത്തിക്കും. അങ്ങനെ പിടിക്കപ്പെട്ട് ജയിലിലകപ്പെട്ടു. ആ ജയിലിൽ കിടന്ന് സുവിശേഷം കേട്ടു, ബൈബിൾ വായിച്ചു, രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ അവർ കർത്താവിന് വേണ്ടി ജീവിക്കുക. പക്ഷെ അങ്ങനെയുള്ളവരെയും കർത്താവ് രക്ഷിക്കുന്നു. എന്നാലോചിച്ച് നോക്കിയാൽ, ഇത്ര കഠോരമായ പാപം ചെയ്തവരെ അവർ പാപം ഏറ്റുപറയുമ്പോൾ കർത്താവ് അവരോട് ക്ഷമിക്കുന്നു, അവരെ ദൈവമക്കളാക്കി മാറ്റുന്നു. ആ രക്ഷയുടെ മഹത്വം അതാണ്. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ നമ്മൾ ദൈവമക്കളാണ്. നമുക്ക് നമ്മുടെ സകല പാപങ്ങളും പരിഹാരം ക്രൂശിൽ കർത്താവ് വരുത്തി. എന്നാൽ നമ്മൾ ദൈവമക്കളായ ശേഷം നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായി സൂക്ഷിപ്പാൻ നമ്മൾ ഓർക്കണം, ഈ ബാലശിക്ഷ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ ചാസ്റ്റൈസ്മെൻ്റ് എന്നാണ്. ചാസ്റ്റൈസ്മെൻ്റ് എന്നുള്ള വേർഡ് ചേസ്റ്റ് എന്നുള്ള വേർഡിൽ നിന്ന് വന്ന ബൈബിളിൽ വായിക്കുന്നുണ്ട്, ചേസ്റ്റ് വെർജിൻ, നിർമ്മല കന്യക. നമ്മളെ നിർമ്മല കന്യകയായി യേശുക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ചേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ബോഡി ആൻഡ് സ്പിരിറ്റ് ഷീസ് ക്ലീൻ, അല്ലെങ്കിൽ അവൾ ശുദ്ധിയുള്ളവളാണ്. അതാണ്, ആ വാക്കാണ് ചാസ്റ്റൈസ്മെൻ്റ് എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കുന്നത്. ദൈവം നമ്മളോട് ഇടപെടുന്നത് ടു മേക്ക് എസ് മോർ ക്ലീൻ, ടു മേക്ക് മോർ ചാസ്റ്റൈസ്, നമ്മളെ ചാസ്റ്റൈസ് ചെയ്ത് നിർമ്മലയാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ എത്രയോ കരുതലോടെ ജീവിക്കണം. എന്നാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ സമയം അപ്പോൾ ദൈവം എന്തിനാണ് ഇങ്ങനെ ഈ വിധത്തിൽ രക്ഷയുള്ള ബന്ധത്തിൽ എന്ത് ചെറിയ പാപങ്ങൾ വന്നാലും നമ്മൾ ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. ഇറ്റ് വിൽ ബ്രിങ് മോർ സെൻസിറ്റീവ്നെസ് ടു സിൻ. പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ സെൻസിറ്റീവ്നെസ് ഉണ്ടാകും. ഞാനൊരു ദൃഷ്ടാന്തം കേട്ടു. ഒരു ബോയ്സ് ക്യാമ്പ് നടക്കുക, ബോയ്സിൻ്റെ ക്യാമ്പ്. ആ ക്യാമ്പ് നടക്കുമ്പോൾ രാവിലെ കുട്ടികൾ പൈപ്പിൽ പോയി നോക്കിയപ്പം വെള്ളമില്ല. വാർഡൻ്റെ അടുക്കൽ ചെന്ന് വാർഡൻ പ്ലംബറെ വിളിച്ചു. ഈ പ്ലംബർ വന്ന് ഈ പൈപ്പിൽ കൂടെ വെള്ളം വന്നൊരു ഫിൽറ്ററിൻ്റെ അവിടെ വന്നിട്ടാണ് ഒഴുകുന്നത്. ഈ ഫിൽറ്ററിൻ്റെ അവിടെ അഴിച്ചു. ഫിൽറ്ററിൻ്റെ അവിടെ അഴിച്ചപ്പോൾ ഈ പൈപ്പിൻ്റെ ഫിൽറ്ററിൻ്റെ ഇപ്പുറത്ത് 5 തവള ഈ പൈപ്പിനകത്ത് ക്ലോഗ് ചെയ്തിരിക്കുക. ഈ തവള എങ്ങനെ അതിനകത്ത് കയറി? തവളയായിട്ട് കയറിയല്ല, ടാഡ്പോൾസ് വാലുമാക്രിയായിട്ട് വെള്ളത്തിൽ കൂടെ കയറി ഈ ഫിൽറ്റർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് വന്ന് അതിന് മുന്നോട്ട് പോകാൻ വയ്യാതെ അതിനകത്തുള്ള ചെളിയൊക്കെ തിന്ന് വളർന്ന് ഇപ്പോൾ ഒരു 5 തവളയായി. വെള്ളം ഒരു തുള്ളി മുന്നോട്ട് പോവുകയില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വാലുമക്രിയും വേണ്ട. ഈവൻ സ്മോൾ സിൻസ് വി ഹാവ് ടു കമ്മിറ്റ് ആൻഡ് കൺഫസ്. എന്നും വൈകിട്ട് കിടക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ഭാഗത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്നെ തെറ്റ് മനസ്സിലാക്കി തരണം, അങ്ങനെ പ്രാർത്ഥിക്കണം. തെറ്റ് മനസ്സിലാക്കി തരാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ മനസാക്ഷിക്ക് ആക്ഷേപം മാറാൻ വേണ്ടി അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ കൂടുതൽ ഗ്രഹിപ്പാനായിട്ട് കഴിയും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഭാഗം നിർത്താം. ഈ ബാലശിക്ഷ തരുമ്പോൾ നമ്മൾ ഓർക്കണം, എല്ലാവരെയും ഒരുപോലെ ബാലശിക്ഷ തരുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന വേറൊരു സത്യമാണ്. ഫോർ എക്സാമ്പിൾ, മോശ നടത്തിക്കൊണ്ട് വന്നു 6 ലക്ഷം പുരുഷന്മാർ. അവരെ കനാനിൽ കൊണ്ടുപോകാനായിട്ട് നടത്തുക 40 വർഷമായിട്ട്. ഇവരിൽ കാലേബും യോശുവയും ഒഴിച്ച് ആരും കനാനിൽ കയറിയില്ല. മോവാബിൻ്റെ തീരത്ത് വന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിന്നെയും കേട്ടത്തില്ല. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുന്നു. മോശ നടത്തിക്കൊണ്ട് വന്നവരുടെ കൂട്ട് മോശയായി. ഈ ഓൾസോ ഡിഡ്ന്റ് എൻ്റർ. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കടം വരുന്ന പ്രാർത്ഥന മോശയുടെ പ്രാർത്ഥനയാണ്. എന്നെ ആ നല്ല ദേശം ഒന്ന് കാണിക്കണേ. എന്നാലോചിച്ച് ചോദിക്കുക, 40 വർഷം ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച മരുഭൂമിയിലൂടെ നടന്ന് ആ വാഗ്ദത്ത നാട്ടിൽ അവരെ കൊണ്ടുചെല്ലാൻ വേണ്ടി മോശ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ആ വക്കത്ത് വന്നപ്പോൾ ആ ദൈവം പറഞ്ഞത് അങ്ങോട്ട് കയറ്റത്തില്ല. അങ്ങനെ മോശ കരയുക, എന്നെ ആ നല്ല ദേശം ഒന്ന് കാണിക്കണം. ദൈവം കോപിച്ചു, ഇനി എന്നോട് ചോദിക്കല്ലേ, നിന്നെ ഞാൻ കയറ്റത്തില്ല എന്ന് ദൈവം പറഞ്ഞു. പിന്നെ ദൈവം മോശയോട് പറഞ്ഞു, ആ മോവാബിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മോശെ ശവം അടക്കുന്നുണ്ടല്ലോ, അവിടെ വെച്ചാൽ മോശെ ശവം അടക്കിയിരിക്കുന്നത്, നെബോ പർവ്വതത്തിൽ. പക്ഷേ അവിടെ ഒരു വാക്യമുണ്ട്, യഹോവയുടെ വചനപ്രകാരം മോശ മരിച്ചു എന്ന്. ബൈ ദ വേർഡ് ഓഫ് ദ മൗത്ത് മോസസ് ഡൈഡ്. ജയൻ ഡാർബിയുടെ ബൈബിളിൽ ഒരു ഫുഡ് നോട്ടുണ്ട്, ബൈ ദ കിസ് ഓഫ് ഗോഡ്സ് മൗത്ത് മോസസ് ഡൈഡ്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം കുനിഞ്ഞ് മോശയെ ചുംബിച്ചു, മോശ മരിച്ചു എന്ന്. എന്നാൽ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മോശം നടത്തിയ മനുഷ്യർ എത്ര പാപം ചെയ്തിട്ട് അവരെ കയറ്റാഞ്ഞ്? ബൈബിളൊന്നും എടുത്ത് ഞാൻ കൺഫ്യൂഷൻ ആക്കാതെ അങ്ങ് വായിക്കാം. 14-ാം അധ്യായം നോക്കിയേ, നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സസ് 22. സംഖ്യാപുസ്തകം 14:22. അവരെ ഇസ്രായേൽ മക്കളെ കനാനിൽ കയറ്റാഞ്ഞത് എത്ര പാപം ചെയ്തിട്ടാണ്? നമ്പേഴ്സ് 14:22. എന്റെ തേജസ്സും ഇസ്രായേലിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. കണ്ടോ, എത്ര പ്രാവശ്യം പാപം ചെയ്തു? 10 പ്രാവശ്യം. മോശയോ 1 പ്രാവശ്യം. അതായത് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലുണ്ട്. 20-ാം അധ്യായത്തിൻ്റെ 7 തൊട്ടുള്ള വാക്യത്തിലുണ്ട്, മോശയോട് ദൈവം പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. മോശ അടിച്ചു. അത്രയേ ഉള്ളൂ പ്രശ്നം. നീ ജനത്തിൻ്റെ മുന്നിൽ എന്നെ ശുദ്ധീകരിക്കാഞ്ഞതുകൊണ്ട് നീ ആ ദേശത്ത് നിന്നെ കയറ്റത്തില്ല. ഒറ്റ പാപം ചെയ്തുള്ളൂ. ജനം ചെയ്ത പാപം 10 പാപം ഒരു ത്രാശിൽ വെച്ചു, മോശ ചെയ്ത പാപം ഒരു ത്രാശിൽ വെച്ചു. ഇത് തൂക്കി നോക്കിയപ്പോൾ രണ്ടും ഒരുപോലെ. അതിൻ്റെ കാരണം എന്നാ? മോശ ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചവനാണ്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യാക്കോബ് 3:1 പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങളിൽ അധികം പേരൊന്നും ടീച്ചേഴ്സ് ആകരുത്. എന്താ കാരണം? ശിക്ഷ കൂടുതലായിരിക്കും. ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 1. നിങ്ങൾ ശിക്ഷ കൂടുതൽ വരുമെന്നറിഞ്ഞ് നിങ്ങൾ ഒത്തിരി പേരൊന്നും പഠിപ്പിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? പഠിപ്പിക്കുന്നവർക്കാ ശിക്ഷ കൂടുതൽ. ഞാനിവിടെ നിങ്ങളെ ഇത് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് അബദ്ധമാണ്, അപകടമാണ്. മോശയ്ക്ക് പറ്റി. മോശയോട് ദൈവം ഞാൻ ഇടപെട്ടെങ്കിൽ പിന്നാണോ നമ്മളോട്? ഞാനിത് വേറെ ഒരു ഭാഗത്തുനിന്ന് കാണിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണ് ഈ ലേവ്യ പുസ്തകം. ഞാൻ ലേവ്യ പുസ്തകം മുഴുവൻ ക്ലാസ് എടുക്കാം. എനിക്ക് ഫുൾ ബുക്ക് ഐ ക്യാൻ ടേക്ക് ക്ലാസ്സസ്. അതിനകത്ത് ലെവിറ്റിക്കസ് ലേവ്യ പുസ്തകത്തിൻ്റെ യാഗങ്ങൾ വണ്ടർഫുള്ളാണ്. 4-ാം അധ്യായം നിർത്തി. 4-ാം അധ്യായത്തിൽ സിൻ ഓഫറിങ്, പാപയാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പാപയാഗത്തിൻ്റെ പരിഹാരം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നിങ്ങളെ ബൈബിളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. 4-ാം അധ്യായത്തിൽ 3-ാം വാക്യം, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തെങ്കിൽ. അപ്പോൾ ഒരു പുരോഹിതൻ പാപം ചെയ്തു, പരിഹാരത്തിന് എന്ത് ചെയ്യണം? 5-ാം വാക്യം, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിൽ പാപം വരത്തക്കവണ്ണം അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം. അപ്പോൾ അഭിഷിക്തനായ പുരോഹിതൻ പാപം ചെയ്തെങ്കിൽ അവൻ എന്താ വേണ്ടി? അതിൻ്റെ 3-ാം കാള വേണം അർപ്പിക്കാൻ. ഓക്കെ. പിന്നീട് ഒരു പ്രമാണി എന്ന് പറഞ്ഞാൽ പ്രിൻസ് അല്ലെങ്കിൽ ഒരു ലീഡർ. 22-ാം വാക്യം നോക്കിയേ, ഒരു പ്രമാണി പാപം ചെയ്തു. 23-ാം വാക്യം, അവൻ ഊനമില്ലാത്ത ഒരു ആൺകോലാടിനെ വഴിപാടായിട്ട് അർപ്പിക്കണം. അപ്പോൾ ഒരു ലീഡർ പാപം ചെയ്താൽ ആൺകോലാടിനെ അർപ്പിക്കണം, പുരോഹിതന് കാളയെ അർപ്പിക്കണം. ഇനി ഒരു സാധാരണക്കാരനോ? 27-ാം വാക്യം നോക്കി, ജനത്തിൽ ഒരുത്തൻ, അതായത് സാധാരണക്കാരൻ അബദ്ധത്താൽ പാപം ചെയ്തു. 28-ാം വാക്യം, പാപമന് ബോധ്യമായെങ്കിൽ അവൻ ചെയ്ത പാപനിമിത്തം ഊനമില്ലാത്ത ഒരു പെൺകാലാടിനെ അർപ്പിക്കും. ദൈവം എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? സാധാരണക്കാരൻ പാപം ചെയ്ത ഒരു പെൺകാലോടിൻ്റെ രക്തം, അതിനെക്കാട്ടി വലിയൊരു പ്രമാണി പാപം ചെയ്താൽ ആൺകോലാടിൻ്റെ രക്തം, അതിനെക്കാട്ടി വലിയവനായ പുരോഹിതൻ പാപം ചെയ്താൽ കാളക്കിടാവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും പാപം ദൈവം ഒരുപോലെ അല്ല കാണുന്നത്. ഉപദേഷ്ടക്കന്മാരുടെ പാപത്തിന് കൂടുതൽ ഗൗരവമുണ്ട്. മൂപ്പൻ പാപം ചെയ്യുമ്പോൾ, ഉപദേഷ്ടാവ് പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് വളരെ ഗൗരവമാണ്. ഒരു പുതിയ വിശ്വാസി അബദ്ധം ചെയ്തു, അവനോട് ഇടപെടുന്ന പോലെ അല്ല ദൈവം ഈ പ്രായം ചെന്ന ആളുകളോട് ഇടപെടുന്നത്. അപ്പം ഈ ബാലശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി ബാലശിക്ഷ കൊണ്ടൊന്നും കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ മുമ്പെയുള്ള മരണം സംഭവിക്കും. ഒരു വിശ്വാസിക്ക് പ്രീമച്വർ ഡെത്ത് ഉണ്ടാകും. എല്ലാ പ്രീമച്വർ ഡെത്തും ബാലശിക്ഷയല്ല. ഞാനത് പറയാൻ കാരണം ഈ ഭാഗം ഞാൻ ഇച്ചിരൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വന്നു. എൻ്റെ മകൻ്റെ മരണശേഷം
ഞാൻ ശ്രദ്ധിക്കേണ്ടി വന്നു. അവന് 41 വയസ്സുള്ളപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടി വന്നു. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ വചനം പരിശോധിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്കിപ്പോൾ വിധിക്കാനൊക്കില്ല. അതിൻ്റെ കാരണം, ഉദാഹരണമായിട്ട് അപ്പോസ്തലന്മാരെ ഒന്നെടുത്താൽ 12 അപ്പോസ്തലന്മാരെ കർത്താവ് 3.5 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്തു. നമ്മൾ ഓർക്കണം, അവർ സഭയുടെ അടിത്തറ പാകുകയാണുള്ളത്. അതിൽ യൂദ അങ്ങ് പോയി, പിന്നെ 11 പേരേ ഉള്ളൂ. അവർ വാസ്തവത്തിൽ പ്രഷ്യസ്, അവരെ അതുപോലെ ആവശ്യമാണ്. അതിൽ 2 പേരെ കൊല്ലുന്നു. ഒന്ന് യാക്കോബിനെ വാളുകൊണ്ടുകൊന്നു, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. പിന്നെ എത്ര പേരുണ്ട്? 11 പേര്, 2 പേരൂടെ പോയി, 9 പേരായി. പത്രോസിനെയും പിടിച്ചു കൊല്ലാൻ. പത്രോസിനെ കൊല്ലാൻ പിടിച്ചപ്പോൾ ദൈവം ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിച്ചു. എന്താ യാക്കോബിനെ വിടുവിക്കാഞ്ഞ്? എന്താ സ്തെഫാനോസിനെ വിടുവിക്കാഞ്ഞ്? അവർ വല്ലതും പാപം ചെയ്തോ? വൈ? അറിഞ്ഞുകൂടാ. വി ഡോണ്ട് ഹാവ് ആൻസർ. പക്ഷേ വചനത്തിൽ ഒരു കാര്യം ഞാൻ കാണിക്കാം. നിങ്ങൾ യെശയ്യാ 57:1 വായിച്ചേ. യെശയ്യാ പ്രവചനം 57:1 വാക്യം. ചില മരണങ്ങൾ, ഞാൻ പത്തനംതിട്ട ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ, കുവൈറ്റിലുള്ള ഒരു മോടെ ഫ്യൂണറിൽ ഞാൻ സംസാരിക്കേണ്ടി വന്നു. ഞാൻ ഈ വാക്യം എടുത്ത് അവരോട് സംസാരിച്ചത്. യെശയ്യാ 57:1 വാക്യം. യെസ്, ഗ്രഹിക്കുന്നില്ല. ഒന്ന് നോക്കിയത്, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ ഒഴിഞ്ഞു പോകുന്നെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുഴുവൻ ദൈവത്തിനറിയാം. അവന് വരാൻ ചിലപ്പം വലിയ ദോഷമോ വലിയ അനർത്ഥമോ വലിയ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കാം. ഞാൻ ആ 13 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഫ്യൂണറൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുഞ്ഞിൻ്റെ ജീവിതം മുഴുവൻ അറിഞ്ഞുകൂടാ. ഈ കുഞ്ഞിന് ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും ഭാവിയിൽ. ദൈവജനം പറയുന്നു, അനർത്ഥത്തിന് മുമ്പേ നീതിമാനെ ദൈവം വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആശ്വസിക്കാനേ വകയുള്ളൂ. ചിലരെ കർത്താവ് രക്ഷിക്കുന്നു. ഈ അപ്പോസ്തലന്മാരിൽ പത്രോസിനെ രക്ഷിച്ചു, സ്തെഫാനോസിനെയും യാക്കോബിനെയും രക്ഷിച്ചില്ല. ആ കാരണം എന്നാന്ന് നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവിനോട് ചോദിക്കണം. വൈ യു ഡിഡ്ന്റ് സേവ് ദീസ് പീപ്പിൾ? അവരത്ര പ്രഷ്യസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ രോഗം ബാലശിക്ഷയായിട്ട് വരുന്നുണ്ട്. എല്ലാ രോഗവും ബാലശിക്ഷയല്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, ഞാൻ പറഞ്ഞങ്ങ് പോകാം, വായിക്കണ്ട. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനുണ്ട്. കർത്താവ് ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, അവനോ അവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, അവൻ കുരുടനായി പിറന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 5:14 38 വർഷമായിട്ട് ഒരുത്തനൊരു കുളക്കരയിൽ കിടപ്പുണ്ട്. യോഹന്നാൻ 5:14 അവനോട് കർത്താവ് എന്നാ പറഞ്ഞേ? ആ വാക്യം ഒന്ന് വായിച്ചേ. അവനോട് എന്താ പറഞ്ഞത്? 5:14. യെസ്. യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ നിനക്ക് ഇനി നീ പാപം ചെയ്യരുത്, നിനക്കിതിലും ശിക്ഷയായത് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവൻ ആ 38 വർഷം അവിടെ കിടന്നത് പാപം മൂലം. എന്നാൽ ഈ മനുഷ്യൻ പിറവിയിലെ കുരുടനായി പിറന്നു. അവന് പാപം ചെയ്തിട്ടല്ല, അവൻ്റെ അമ്മയപ്പനോ പാപം ചെയ്തുകൊണ്ടല്ല. അവൻ രോഗം ബാലശിക്ഷയായിട്ട് തരും. നമ്മൾ കൊരിന്ത ലേഖനത്തിൽ നമുക്ക് എപ്പോഴും അറിയാം, സൺഡേയിലൊക്കെ വായിക്കുന്ന 1 കൊരിന്ത്യർ 11:30, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും ചിലർ ബലഹീനരും ചിലർ നിദ്രം പ്രാപിക്കുന്നു. ഇതൊക്കെ ബാലശിക്ഷ. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ, ഫോർ ദിസ് കോസ് സം ഓഫ് യു ആർ സിക്ക്, ദർ ഇസ് എ കോസ് ഫോർ ദറ്റ് സിക്നെസ്. എല്ലാ രോഗവും ബാലശിക്ഷയല്ല, എല്ലാ മരണവും ബാലശിക്ഷയല്ല. നമുക്ക് വിധിക്കാനായിട്ട് അറിയില്ല, നാം വിധിച്ചാൽ തെറ്റിപ്പോകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിവിടെ നിർത്തട്ടെ. കർത്താവ് ഇത്ര നമ്മളെ സ്നേഹിച്ച് നമ്മുടെ പാപങ്ങൾക്കെല്ലാം ക്രൂശിൽ പരിഹാരം വരുത്തിയപ്പോൾ നമ്മളിൽ നിന്നൊന്ന് ആഗ്രഹിക്കുന്നു, നമ്മെ തന്നെ സൂക്ഷിക്കാൻ, വിശുദ്ധരായി ജീവിപ്പാൻ. ഇല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുന്ന വിധത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു. നമുക്ക് നാളെ ഭാവിയിൽ വരുന്ന ന്യായവിധിയെക്കുറിച്ച് എന്താണത്, ഇത്രയും കാര്യങ്ങൾ ഇത്രയും മനസ്സിലാക്കിയപ്പോൾ അതുകൂടെ നമുക്ക് നാളെ ശ്രദ്ധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.